അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല ബറകാതുഹു. പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, ഉസ്താദുമാരെ, നീതിമാന്മാരായ അധ്യക്ഷരെ, ബദ്ർ കിസ്സപ്പാട്ടിൽ നിന്നും ഏതാനും ചെറിയ വരികൾ കൊണ്ട് ഞാൻ തുടങ്ങുന്നു. അലിഫിലെ മകമിയം അലിഫക്ഷരം പൊരുൾ ബിസ്മില്ലാ, അടിമക്കായി കുത്തുബാനുദീനം ഖുർആനിൻ അളകൂറ്റലകൂരി ബിസ്മില്ലാ. അലിഫിലെ മകമിയം അലിഫക്ഷരം പൊരുൾ ബിസ്മില്ലാ, അടിമക്കായി കുത്തുബാനുദീനം ഖുർആനിൻ അളകൂറ്റലകൂരി ബിസ്മില്ലാ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ബദ്ർ യുദ്ധക്കളത്തിലെ വളരെ രസകരവും അത്ഭുതകരമായ ഒരു സംഭവത്തിന് സാക്ഷ്യം വഹിക്കാൻ പോവുകയാണ്. ഇസ്ലാമിൻ്റെ ഏറ്റവും വലിയ ശത്രുവായ അബൂജഹലിനെ വധിക്കണമെന്നാണ് മിക്ക സ്വഹാബികളുടെ ആഗ്രഹവും അഭിപ്രായം. പക്ഷേ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആ ഭാഗ്യം കൊടുത്തതോ മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനാണ്. നോക്കണം നിങ്ങൾ, ഒരു കാലത്ത് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അബൂജഹലിൻ്റെ വീട്ടിലെ കൊട്ടാരത്തിലെ ആടുകളെ വയ്ക്കുന്ന മേറും ഒരു ആട്ടിൻ്റെനായിരുന്നു. യജമാനന്റെ നെഞ്ചത്ത് കയറിയിരുന്നു കൊണ്ട് ദീനിന്റെ മഹിമ പറയുകയും റസൂലുള്ളാഹിന്റെ മേൽ മദ്ഹ് പറയുകയും ചെയ്തു. പക്ഷേ ഇതൊന്നും കേൾക്കാൻ അബൂജഹൽ തയ്യാറായിരുന്നില്ല. അബൂജഹൽ അവിടെ മരിക്കാനായി തയ്യാറാവുകയാണ്. അതുകൊണ്ടാണ് ഈ കഥയ്ക്ക് ഞാൻ അബൂജഹലിന്റെ മരണവസിയ്യത്ത് എന്ന് പേര് നൽകുന്നത്. അവിടെ ഏറ്റവും കൗതുകകരമായ സംഭവം തന്നെ അബൂജഹലിന്റെ മരണവസിയ്യത്താണ്. അബൂജഹൽ ഇബ്നു മസ്ഊദ് റളിയല്ലാഹുവിനോട് പറഞ്ഞു, എടോ, നീ നിന്റെ നേതാവായ മുഹമ്മദിന്റെ അടുക്കൽ ചെന്ന് ഞാൻ പറഞ്ഞു എന്ന് പറയണം, വഹബിന്റെ മകൾ ആമിനെ പറ്റ മുഹമ്മദാണ് മരണം വരെ എൻ്റെ ശത്രു എന്ന്. ഇത് കേട്ട് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നു, ശരി ഞാൻ പറയാം. പക്ഷേ അബൂജഹൽ മറ്റൊരു കാര്യം കൂടി അവിടെ സൂചിപ്പിക്കുകയാണ്. എടോ, നീ എൻ്റെ തലയിൽ നിന്ന് എൻ്റെ ശിരസ്സറുത്ത് കൊണ്ടുപോകുമ്പോൾ നീ എൻ്റെ കഴുത്തിന് നല്ല നീളമുണ്ടായിരിക്കണം. അതെന്തിനാ നിൻ്റെ കഴുത്തിന് നീളമുണ്ടാകുന്നത് എന്ന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഞെട്ടിത്തരിച്ചുകൊണ്ട് ചോദിക്കുമ്പോൾ അബൂജഹൽ പറയുകയെന്നു, എടോ, നീ പറഞ്ഞില്ലേ ബദ്ർ യുദ്ധത്തിൽ എൻ്റെ കൂട്ടരാണ് തോറ്റതെന്ന്. സ്വാഭാവികമായും എൻ്റെ കൂട്ടരാണ് തോറ്റതെങ്കിൽ അവരുടെ തലയും അവരുടെ ശിരസ്സും അറുത്തുകൊണ്ട് നിങ്ങൾ കൊണ്ടുപോയി വെച്ചിട്ടുണ്ടാകും. എൻ്റെ തലയും എൻ്റെ ശിരസ്സും അറുത്തുകൊണ്ട് വെക്കുമ്പോൾ അവരുടെ തലകൾക്കാൾ നല്ല ഉയരം അവരുടെ നേതാവായി അവർക്കൊക്കെ മുകളിൽ ഞാൻ ചെന്ന് നിൽക്കണമെന്ന് അബൂജഹൽ പറഞ്ഞു. ഇത് കേട്ട് ഞെട്ടിദ്ധരിച്ചുകൊണ്ട് വീണ്ടും ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു നിൽക്കുമ്പോൾ അബൂജഹൽ വീണ്ടും പറഞ്ഞു സൂചിപ്പിക്കുന്നു, എടോ, ഞാൻ പറഞ്ഞ കാര്യമില്ല, അത് നീ മറക്കരുത്. എന്ത്? വഹബിന്റെ മകൾ ആമിനെ പറ്റ മുഹമ്മദാണ് മരണം വരെ എൻ്റെ ശത്രു എന്ന് നീ നിന്റെ നേതാവായ മുഹമ്മദിന്റെ അടുക്കൽ ചെന്നുകൊണ്ട് പറയണം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. വാഹിദ് ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രവാചക പ്രകീർത്തനങ്ങൾ അലയടിക്കുന്ന ഈ ഒരു വേളയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ചെറിയ വാക്കുകൾ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ആദ്യമായി പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മിലേക്ക് വന്നത് എന്തുമായിട്ടാണ് എന്ന് നിങ്ങൾക്ക് അറിയാമോ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് ഇവിടെ ലോകത്തിന് കാരുണ്യമായിട്ടാണ് വന്നിട്ടുള്ളത്. അതായത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, ഇർഹമു മൻ ഫിൽ അർളി യർഹമുകും മൻ ഫിസ് സമാഇ. നിങ്ങൾ ഭൂമിയിലുള്ളവരോട് കരുണ ചെയ്യുക, എങ്കിൽ ആകാശത്തുള്ളവർ നിങ്ങളോട് കരുണ ചെയ്യുമെന്നാണ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അതേപോലെ തന്നെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് ഇവിടെ ഒരു കാരുണ്യത്തിൻ്റെ പ്രതീകമായിട്ടാണ് നമ്മുടെ ഇടയിലേക്ക് വന്നിട്ടുള്ളത്. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് ലോകർക്ക് കാരുണ്യമായിട്ടല്ലാതെ ഇവിടെ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഇറക്കിയിട്ടില്ല. അതായത് പ്രവാചകൻ പ്രവർത്തിക്കുന്ന ഓരോ പ്രവൃത്തിയും നാം നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിച്ച് നാം കാണിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഇവിടെയുള്ള ഓരോരുത്തരും പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റി പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം നാം എല്ലാവരെയും അല്ലാഹു സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുമാറാവട്ടെ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം ഉപസംഹരിക്കുന്നു. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, രക്ഷിതാക്കളെ, പ്രിയം നിറഞ്ഞ നാട്ടുകാരെ, വിദ്യാർത്ഥിനികളെ, അന്ത്യപ്രവാചകൻ അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ
ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമായ ഈ ഒരു സുദിനത്തിൽ നാസ്കൻ ഐമാർമൂല സംബന്ധിച്ച ഈ മഹനീയ വേദിയിൽ പങ്കെടുക്കാൻ തൗഫീക്ക് തന്ന അള്ളാഹുവിനെ ഞാൻ ആദ്യമായി സ്തുതിക്കുന്നു. അൽഹംദുലില്ലാ. ഈ മഹത്തായ പരിപാടിയുടെ മുഖ്യമായ ഒരു മത്സരീനമാണ് ദഫ്മുട്ട് എന്നത്. ആ ദഫ്മുട്ടിനെ കുറിച്ച് 1-2 വാക്കുകൾ മാത്രം പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇസ്തഹബ്ബു ഐലാനുൻ നിക്കാഹി ബിൽദർബി ബിദഫ്ഹി എന്നാണ്. കല്യാണം പോലെയുള്ള ആഘോഷങ്ങൾക്ക് അനുവദനീയമായ ദഫ് പോലത്തെ നല്ല കാര്യങ്ങൾ പണ്ട് മുതൽ നമ്മളുടെ ഇടയിൽ ഉണ്ടായിരുന്നു. ഇന്ന് ആ സുന്നത്തായ ഒരു നല്ലൊരു കാര്യം ഇന്ന് അത് നമ്മളിൽ നിന്ന് മാഞ്ഞു പോയൊരു കാര്യമാണ്. നാം അത് നബിദിന റാലിയിൽ കുട്ടികളുടെ ഒരു മത്സരീനമായി അല്ലെങ്കിൽ റാലികളുടെ ഒരു ഇതുമായി മാത്രമാണ് നാം ഇന്ന് അത് കണ്ടുമുട്ടുന്നത്. ആഘോഷവേളയിൽ അത് അനുവദനീയമായ പണ്ട് കല്യാണം പോലെയുള്ള സുന്നത്തായ കാര്യങ്ങൾ പണ്ട് കണ്ടുകൊണ്ടിരുന്ന കാര്യമാണ്. ഇതുപോലുള്ള നല്ല കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ റസൂലുള്ളാഹിൻ്റെ സുന്നത്തുകൾ മുറുകെ പിടിച്ച് ജീവിക്കാനും അള്ളാഹു തൗഫീക്ക് തരട്ടെ. ഈമാനോടുകൂടി മരിക്കാനും അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. വാഖിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അസ്സലാത്തു വസ്സലാമു അലൈക അലാ അലി വസഹബി അജ്മഈൻ. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, വേദിയിലും സദസ്സിലും നിറഞ്ഞു നിൽക്കുന്ന നാട്ടുകാരെ, സഹപ്രവർത്തകരെ, ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമായ ഈ വേദിയിൽ എനിക്ക് 2 പ്രസംഗം സംസാരിക്കാൻ അവസരം നൽകിയ അള്ളാഹുവിനെ ഞാൻ ആദ്യമായി സ്തുതിക്കുകയാണ്. അൽഹംദുലില്ലാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മുടെ ഓരോ ഈ ജീവിതത്തിൽ എല്ലാവർക്കും നല്ല രീതിയിൽ സംസാരിക്കാനുള്ള. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ വൈകിയ വേളയിലും നിങ്ങളിവിടെ കാത്തിരിക്കുന്നത് നമ്മൾക്ക് അറിഞ്ഞതുപോലെ തന്നെ നമ്മൾ നാസ്ക് ക്ലബിൻ്റെ കീഴിൽ ഇങ്ങനൊരു പരിപാടി സംഘടിപ്പിക്കുമ്പോൾ ഇവർ മെയിനായി ഹെഡിങ്ങായി കൊടുത്ത ദഫ്മുട്ട് മത്സരം ഇൻ്റർനാഷണൽ ലെവൽ അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാന അതിർത്തിക്കപ്പുറത്ത് നിന്ന് വരെ ദഫിന് ആൾക്കാർ വന്നു തുടങ്ങിയ ഒരു സമയമാണ്. അപ്പോൾ ഏതായാലും എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ദഫ്മുട്ട് മത്സരം ഇപ്പോൾ ഏതാനും നിമിഷങ്ങൾക്കകം ഇവിടെ ആരംഭിക്കും. അതിനു മുമ്പ് ദഫ് മത്സരത്തിന് വേണ്ടി പങ്കെടുക്കാൻ വന്നവരോടായിക്കൊണ്ട് അല്പം നിയമങ്ങൾ പറയാൻ പോവുകയാണ്. അതിനു മുമ്പ് ഇന്ന് ഉച്ച മുതൽ നമ്മളിവിടെ ഉണ്ടായിരുന്നു. ഉച്ചയ്ക്ക് ഇത്രത്തോളം ആളുണ്ടായിരുന്നില്ല, പക്ഷെ ഇപ്പോഴാണ് ആൾക്കാരൊക്കെ നിറഞ്ഞു തുടങ്ങിയത്. ഏതായാലും നിങ്ങളുടെ നാസ്കിൻ്റെ ഈ ഒരു പ്രയത്നത്തെ പ്രശംസിക്കാതെ പോവുക എന്നുള്ളത് ശരിയാവില്ല. കാരണം സാധാരണ നിലക്ക് ഇതൊക്കെ മദ്രസ മാനേജ്മെൻറ്റും അല്ലെങ്കിൽ ഇസ്ലാമിക് ബേസിലുള്ള സംഘടനകൾ ചെയ്യുന്ന ഇത്രയും മഹത്തായ ഒരു നബിദിന പരിപാടി ഒരു ക്ലബിൻ്റെ കീഴിൽ നടത്തുക എന്നുള്ളത് കാസർഗോഡിൻ്റെ, എനിക്ക് തോന്നുന്നത് ഞാൻ ആദ്യമായിട്ടാണ് ഒരു ക്ലബിൻ്റെ കെയർ ഓഫിൽ ഇങ്ങനൊരു നബിദിന മീലാദ് പരിപാടി. പ്രത്യേകിച്ചും ഓണാഘോഷവും എല്ലാം ഒതുങ്ങി ആഘോഷങ്ങൾക്ക് വേണ്ടി ഓണാഘോഷങ്ങളെ ക്ലബ്ബുകൾ കടമെടുക്കുമ്പോൾ ഈ ഒരു സമയത്ത് എന്തുകൊണ്ടും നിങ്ങൾ നാട്ടുകാരെ, പ്രത്യേകിച്ച് ഇന്നലെ വരെയാണ് നാൻമാർമിലെ മദ്രസത്തെ പരിപാടി കഴിഞ്ഞത്, എന്നിട്ട് കൂടി കുട്ടികൾക്ക് വീണ്ടും വീണ്ടും അവരുടെ എനർജറ്റിക് ആയിട്ടുള്ള അവരുടെ കലാപരമായിട്ടുള്ള മുന്നേറ്റങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ നിങ്ങൾ കാട്ടുന്ന ഈ ആർജവം അത് എന്തുകൊണ്ടും പ്രശംസനീയമാണ്. കാസർഗോഡിന് അഭിമാനവും തന്നെയാണ്. നാസ്ക് ഇത് എല്ലാ ക്ലബ്ബുകൾക്കും ഒരു മാതൃകയാവട്ടെ. ക്ലബ്ബുകൾ നിങ്ങൾ വെറും ഗെയിമുകൾക്കോ അല്ലെങ്കിൽ ക്രിക്കറ്റ് ടൂർണമെൻറ്റുകൾക്കോ ഫുട്ബോളുകൾക്കോ മാത്രമാവാതെ നമ്മുടെ നാട്ടിലെ നമ്മുടെ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കാനും, കുട്ടികൾ മാത്രമല്ല ഇതേപോലെ സൂപ്പർ സീനിയറിൽ വലിയ വലിയ ആൾക്കാരെയൊക്കെ കണ്ടു. അൽഹംദുലില്ലാ. നല്ല കിറാത്തൊക്കെ ഉസ്താദ് പറഞ്ഞു ഇവർ ഒരുത്തം ഫസ്റ്റ് വന്നപ്പോൾ ഇവൻ ഭയങ്കര ഫസ്റ്റ് എടുത്ത ആളാണ്. അപ്പോൾ നോക്കുമ്പോൾ അവൻ്റെ മിസ്റ്റേക്ക് വന്നു. ലാസ്റ്റ് നമ്മുടെ നാട്ടുകാരെന്ന് തോന്നുന്നു. അവരിൽ ആരെങ്കിലും ഒരു മിസ്റ്റേക്കും ഇല്ല, നല്ല ഭക്തിസാന്ദ്രമായിട്ട് ഓതുകയും ചെയ്തു. അൽഹംദുലില്ലാ. അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ നല്ല സ്ഥിരമായി ഓതുന്നവരുണ്ടെന്ന് മനസ്സിലായി. ഏതായാലും ഇപ്പം ഇങ്ങനൊരു പരിപാടി വെച്ചപ്പോൾ ഇതിന് പുറമെ
നമുക്ക് ഇപ്പോൾ ഈ ദഫിന് പുറമക്കാർക്ക് അലോഡ് കൊടുത്തതുപോലെ ഒരു മാപ്പിളപ്പാട്ടോ പ്രസംഗത്തിനോ പുറത്തെത്തിയും കൂടി ഇൻവൈറ്റ് ആക്കിയിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഒന്നുകൂടി ഒരു പരസ്യമാകുമായിരുന്നു. അടുത്ത പ്രാവശ്യം അങ്ങനെ പുറമേയുള്ള മത്സരാർത്ഥികളെ കൂടി ക്ഷണിക്കുക. പിന്നെ ദഫ്മുട്ട് മത്സരത്തിനൊക്കെ ഓരോ മദ്രസയിലും കയറിയിട്ട് ലെറ്റർ പാഡ് കൊടുത്തിരുന്നെങ്കിൽ ഒന്നുകൂടി ഇതിനേക്കാളും ഇതുണ്ടാകുമായിരുന്നു. അത് ഞാനൊരു ഈ സമയത്ത് വൈകിയ വേളയിൽ ഓർമ്മിപ്പിക്കുകയാണ്. ഏതായാലും ഇപ്പോഴും ഉറക്കച്ചവടോ അല്ലെങ്കിൽ വീണ്ടും വീണ്ടും നിങ്ങൾ ആവേശത്തോടു കൂടി ഇങ്ങനെ കാത്തിരിക്കുന്നത് രാത്രി സമയം 12 മണി കഴിയുമ്പോഴും നിങ്ങളൊക്കെ ഇപ്പോഴും ഉണർന്നു നിൽക്കുന്നത്, ഞാൻ പറഞ്ഞ എനിക്ക് നാളെ രാവിലെ 6 മണിക്ക് വേറൊരുത്തിൽ പരിപാടിക്ക് പോകാനുള്ളതാണ്, ഇവിടെ 10 മണിക്ക് തീരുന്ന അറിഞ്ഞിട്ടാണ് വിളിച്ചത്. പക്ഷേ ഇപ്പോൾ ഞാൻ സമയത്തിൻ്റെ കുറവൊന്നും പറഞ്ഞിട്ടില്ല. അൽഹംദുലില്ലാ ഈ പരിപാടി വിജയമാക്കുന്ന നാസ്കിനെ ഒന്നുകൂടി അഭിനന്ദിക്കുകയാണ്. പിന്നെ ജഡ്ജ്മെൻ്റ് എന്ന് പറയുന്നത് ഇവിടുത്തെ ഉസ്താദുമാർക്കൊക്കെ നിങ്ങളൊക്കെ അറിയായിരിക്കും ചിലപ്പോൾ. അപ്പോൾ ഞാൻ ഉസ്താദിനോട് പറഞ്ഞിട്ടുണ്ട്, ആ സൈഡ് നിങ്ങൾ ആരും ഇരുന്നോ, മാർക്ക് ഞാൻ എൻ്റെതേ മുൻതൂക്കം കൊടുക്കുള്ളൂ, കാരണം എനിക്ക് നിങ്ങളാരും അറിയില്ല. നിങ്ങൾ ചിലപ്പോൾ അങ്ങനെ ചെറിയ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങളുടെ സഹായം ഞാൻ തേടിയത്. അപ്പോൾ നമ്മുടെ ഭാഗത്തു നിന്ന് ചിന്തിച്ചിട്ട് നല്ല രീതിക്ക് തന്നെയാണ് കൊടുത്തത്. നേരത്തെ ഒരു ചെറിയൊരു ജൂനിയർ ഗേൾസിൻ്റെ പാട്ട്, ചിലപ്പോൾ നിങ്ങൾ കണ്ടുപരിചയമുള്ള നല്ല പാട്ടുകാരി ആയിരിക്കാം, നല്ല പാട്ടുകാരിയാണ് ആ കുട്ടി, പക്ഷെ ഞാൻ അവൾക്ക് സെക്കൻഡാണ് കൊടുത്തത്. കാരണം ഇവിടെ ആ സമയത്ത് അവതരിപ്പിച്ച ഗാനത്തിൽ ഒരു 3 വള്ളികൾ വന്നു, പാട്ടിൽ സ്റ്റെക്ക് വന്നു, അങ്ങനെ ഞാൻ സെക്കൻഡ് കൊടുത്തു. പിന്നെ അത് പ്രത്യേകം പറയാൻ കാരണം ആ കുട്ടി നല്ല കഴിവുള്ളതെന്ന് തോന്നുന്നു, കാരണം 2-3 സമ്മാനം വാങ്ങുന്നത് പിന്നെ കണ്ടു. ഏതായാലും കൊച്ചുമിടുക്കിക്ക് 1000 അഭിനന്ദനങ്ങൾ. സെക്കൻഡ് കിട്ടിയതിൽ ഇന്നത്തേക്ക് സോറി പറയുകയാണ്. അടുത്ത വീണ്ടും പഠിപ്പിച്ച അവൾ ഫസ്റ്റ് എടുക്കുന്ന ഉറപ്പാണ്. ആ സമയത്തുള്ള നിമിഷത്തിലാണ് അങ്ങനത്തെ ഒരു പ്രശ്നം വന്നത്. പിന്നെ കുറവായിട്ടൊന്നും പറഞ്ഞിട്ടാന്ന് വേണ്ട, നിങ്ങളുടെ പ്രഭാഷകന്മാരില്ലാത്തൊരു നാടാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം സൂപ്പർ സീനിയറിൽ ഞാൻ കുറച്ചും കൂടി പ്രഭാഷകരെ പ്രതീക്ഷിച്ചിരുന്നു. വാഫിക്ക് പഠിച്ചാളെന്ന് തോന്നുന്നില്ല, കിറാത്ത് ഫസ്റ്റ് എടുത്ത ഉസ്താദാരോ പറഞ്ഞ് അല്ലേ, കിറാത്ത് അടിപൊളിയായിരുന്നു. മൂപ്പരുടെ പ്രസംഗവും എന്തൊക്കെ തുടങ്ങി, പക്ഷെ ഫിനിഷാക്കാൻ പറ്റിയില്ല. അപ്പോൾ തമ്മിൽ ഭേദം എന്ന രീതിക്കാണ് പ്രസംഗത്തിൽ ഫസ്റ്റും സെക്കൻഡ് കൊടുത്തത്. തേർഡ് കൊടുക്കാൻ ഒരു കഥ പറയൽ മത്സരമാണ് നടത്തിയത്. പക്ഷേ ഉള്ളതിൽ വെച്ച് സമ്മാനം ഉണ്ടാവുമല്ലോ, അതുകൊണ്ട് കൊടുത്തു എന്നേ ഉള്ളൂ. ഇല്ലെങ്കിൽ അതൊന്നും കൊടുക്കില്ല, ഫസ്റ്റ് മാത്രം എന്തെങ്കിലും വെച്ച് ഒപ്പിക്കലാണ്. പിന്നെ കുറവ് പറയുമ്പോൾ അതാരും അക്സെപ്റ്റ് ചെയ്യില്ല എന്നറിയാം, പക്ഷെ പറയാതിരിക്കാൻ വയ്യില്ല. അടുത്ത പ്രാവശ്യം പ്രസംഗത്തിന് നിങ്ങൾക്ക് തോന്നുന്നില്ലേ ഇവൻ മൈക്കിൻ്റെ മുമ്പിൽ നിൽക്കുന്നു, എനിക്കും അതുപോലെ കയറിക്കൂടെ എന്ന് ചിന്തിക്കുന്നവരുണ്ടാവും. നിങ്ങളൊന്ന് വന്ന് കയറാൻ മാത്രമേ ബാക്കിയുള്ളൂ, ബാക്കിയൊക്കെ നിങ്ങളുടെ ധൈര്യമാണ്. അപ്പോൾ സഭാകമ്പങ്ങളൊക്കെ ഒഴിവാക്കാൻ നിങ്ങളുടെ നാട്ടുകാർ വിളിക്കുന്ന ക്ലബിൻ്റെ പരിപാടിയാണ്, നിങ്ങൾക്കൊക്കെ വന്ന് ഇവിടെ പ്രസംഗിക്കാം. എല്ലാവരും അടുത്ത പ്രാവശ്യം ഇതുപോലെ മടി കാണിക്കാതെ നിങ്ങളൊക്കെ, നമ്മളുടെ ആയുസിൻ്റെ ബലം എന്ന് പറയുന്നത് നമുക്ക് മനസ്സിൽ വരുന്ന ധൈര്യങ്ങളാണ്. അപ്പോൾ ഇങ്ങനെ മത്സരങ്ങൾ വരുമ്പോൾ വയസ്സ് നോക്കാതെ എല്ലാത്തിനും രജിസ്റ്റർ ചെയ്യാൻ ശ്രമിക്കുക. ഏതായാലും ഈ നാടിൻ്റെ ഈ നല്ലൊരു ഒത്തൊരുമക്കും ഉണർവിനും എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് ദഫിൻ്റെ നിയമാവലിയിലേക്ക് പോവുകയാണ്. എന്നെ പരിചയപ്പെടുത്താൻ മറന്നു, എൻ്റെ പേര് ഇബ്രാഹിം എന്നാണ്. കളനാട് ആയിരുന്നു മുമ്പ്, ഇപ്പോൾ തളങ്കരയിലാണ് താമസം. ഏതായാലും നിങ്ങളെയൊക്കെ പരിചയപ്പെട്ടതിൽ സന്തോഷം. ദഫിൻ്റെ ലീഡേഴ്സ് വന്നിരുന്നു ഇവിടെ. അപ്പോൾ നമ്മൾ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് തന്നെ സക്കാഫി ഉസ്താദിനെ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ലിസ്റ്റ്. അപ്പോൾ അവർക്ക് കൊടുത്തിരുന്നു 8 മുതൽ 12 വരെ മെമ്പേഴ്സിന് മത്സരിക്കാം. കാരണം ഇങ്ങനെയുള്ള സമയത്ത് ഞായറാഴ്ചകളിലാണ് അധികം മത്സരം വരുന്നത്. ഈ ദഫിൽ പഠിച്ചു കഴിഞ്ഞ ആൾക്കാർ ലാസ്റ്റ് വരുന്ന സമയത്ത് 2 ആൾ പറയും എനിക്ക് കല്യാണമുണ്ട് ഞാൻ വരുന്നില്ല. ആ സമയത്ത് ടീം മൊത്തം തകരും 2 ആൾ വരാതിരിക്കുമ്പോൾ. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് മത്സരങ്ങളിൽ ചില മത്സരാർത്ഥികൾ വന്നിട്ട് നമ്മളോട് ചോദിച്ചു, നമ്മളെ ടീമിൽ 8 പേരേ ഉള്ളൂ, മത്സരിച്ചൂടെ? അപ്പോൾ അങ്ങനെയാണ് 12 പേര് മിനിമം ഉണ്ടായിരുന്ന സിസ്റ്റത്തിൽ നിന്ന് നമ്മുടെ ഇപ്പോഴത്തെ നിയമാവലിയിൽ 8 മുതൽ 12 വരെ ആവാം. അപ്പോൾ 12 ഉണ്ടവർക്ക് മാർക്ക് കുറച്ച് പ്രാധാന്യം കൊടുക്കും. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ സമയം ഓരോ ടീമിനും 10 മിനിറ്റ് മുതൽ 15 മിനിറ്റ് വരെയാണ് കൊടുത്തത്. അപ്പോൾ നമ്മുടെ മെമ്പേഴ്സ് 10-ൽ കൂടുതലാവുകയാണെങ്കിൽ 10 മിനിറ്റ് കൊണ്ട് നമുക്ക് മത്സരം നിർത്താമെന്നായിരുന്നു വെച്ചിരുന്നത്. ഇപ്പോൾ നമുക്ക് ഇതിൽ മയക്ക് സാധ്യത കാണുന്നുള്ളത് കൊണ്ട് നമ്മൾ കൂടുതൽ നീട്ടിക്കൊണ്ട് പോകുന്നില്ല. ഏതായാലും മത്സരം ഒരു 10 മിനിറ്റ് മുതൽ 12 മിനിറ്റ് വരെ ഒരു ടീമിന് ദഫ്മുട്ടിൽ മത്സരിക്കാം. മത്സരത്തിൽ ദഫ് മാത്രം ഉപയോഗിക്കുക. പിന്നെ ഗാനങ്ങൾ ഇസ്ലാമിക് ഗാനങ്ങൾ മാത്രം പാടാൻ ശ്രമിക്കുക. വേഷവും അവതരിപ്പിക്കുന്ന ശൈലിയും ഒക്കെ നോക്കിയിട്ട് ജഡ്ജസിൻ്റെ നിയമത്തിലാണ് ഇതിൻ്റെ അന്തിമ മാർക്ക് ലിസ്റ്റ് ഉണ്ടാവുക.
വേറൊന്നും കൂടുതലായി ഞാൻ പറയുന്നില്ല. എല്ലാവർക്കും ഒന്നുകൂടി നന്ദി അറിയിച്ചുകൊണ്ട് മത്സരാർത്ഥികളെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. അസ്സലാമു അലൈക്കും.